Hi dears and welcome back to our channel. കുറേ നാളുകൾക്ക് ശേഷമായിട്ടോ നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മളൊരു വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വലിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു നന്നായിട്ടൊരു 2 മാസത്തോളം ഞാൻ നന്നായിട്ടൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. എനിക്കറിയാം ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു കേട്ടോ. ഇനി നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മാക്സി ഡ്രസ്സായിട്ടാണ് ട്രഡീഷണൽ ആയിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. വിഷുവിന് വേണ്ടിയിട്ട് ചെയ്താൽ കേട്ടോ. നമ്മളിതിന് കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതും സെമി കോളർ നെക്കാണ്. ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നെക്കിലൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു വർക്കിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇതിന് ശേഷം ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 4 മീറ്റർ ഇങ്ങനെ കസവ് വരുന്ന കോട്ടൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതേപോലെ ലൈനിങ് ക്രേപ്പിൻ്റെ ലൈനിങ് എടുക്കുക. അതും 4 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഈ നമ്മൾ മെയിൻ ക്ലോത്തിലെ 3 മീറ്റർ ക്ലോത്ത് എടുത്തതിന് ശേഷം അതിനെ 2 ആക്കി മടക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് മടക്കി വയ്ക്കുന്നുണ്ട്, ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട്. എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ആ കോർണറിൽ നമുക്ക് കോർണറിൽ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കോർണറിൽ കറക്റ്റ് ഇത് ഇങ്ങനെ വെച്ചിട്ട് വീഡിയോയിൽ കാണാം അതേപോലെ വെച്ചിട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ശരിക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1 ഇഞ്ച് താഴോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഗെയിൻ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴോട്ടൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 1 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നേരെ നീട്ടി വരയ്ക്കുമ്പോൾ ഒരു 8 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. ആ 8 ഇഞ്ചാണ് കറക്റ്റ് നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കോർണറിൽ 4 ആക്കിയിട്ട് തന്നെയാണ്, ട്രയാങ്കിൾ ആണെങ്കിൽ പോലും 4 ആക്കിയിട്ടാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ 8 × 4 വരും. അപ്പോൾ 32 ഇഞ്ചാണ് കിട്ടുക. ശരിക്കും എനിക്ക് 28 ഇഞ്ച് മതി. ഞാൻ 32 കൂട്ടിയെടുത്ത് കുറച്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഈ നമ്മൾ താഴത്തോട്ടുള്ള ലെങ്ത്തായിട്ട് 31.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് കൂട്ടിയത്. അപ്പോൾ 31.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ താഴെയും മുകളിലായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഇങ്ങനത്തെ ഒരു ഫ്ലയേർഡ് ആയിട്ടുള്ള ഒരു പോർഷൻ കിട്ടും, ബോട്ടം പോർഷൻ കിട്ടും. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ഈ ക്ലോത്തിൻ്റെ ഓപ്പണാണ്, ഈ ഒരു സൈഡ് ഓപ്പണാണ്. പിന്നെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് ചെയ്തിട്ടെടുക്കും. ടോട്ടൽ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയാച്ചാൽ നമുക്ക് 36 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതേ നമുക്ക് ഒരു 5 ഇഞ്ച് താഴെ കസവ് കൂടെ വരും. അപ്പോൾ നമുക്ക് 36 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും. ബോട്ടം പോർഷൻ എങ്ങനെയാണോ കട്ട് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ ബോട്ടം പോർഷൻ കൂടെ കട്ട് ചെയ്തിട്ടെടുക്കാം. 31.5 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇതേ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഒരു വശം മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അപ്പുറത്തെ വശം കൂടെ നമ്മൾ ഓപ്പൺ ചെയ്യുക, കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ക്ലോത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. അതിനായിട്ട് ഇത് 2 ക്ലോത്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ഒരു പോർഷൻ തന്നെ, ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ മാത്രം 2 ക്ലോത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് 2 ക്ലോത്ത് എടുക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് നീളം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് നേരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഷോൾഡറിനായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ലെങ്ത്തായിട്ട് താഴോട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റിനായിട്ട് ഇവിടെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നേരെ നീട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആം ഹോളൊന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാനിതൊക്കെ എൻ്റെ അളവിലാട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവിൽ മാറ്റം വരുത്തുക. ഇനി ടോപ്പിൻ്റെ ലെങ്ത്തായിട്ട് ഒരു 13.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇടുന്നത് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അതേപോലെ ആ 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നേരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വേസ്റ്റിനായിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ടേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എക്സ്ട്രാ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പിനൊക്കെ വേണ്ടിയിട്ട് വിടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1.5-2 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇനി ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും പോർഷൻ ബാക്കി വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ ഒരു പോർഷനും കൂടെ കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ ആകെ നെക്കിൽ മാത്രമേ മാറ്റം വരുത്തുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് 2 പോർഷൻ ഇതേ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, നെക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതേ 2 പോർഷൻ, ഒന്ന് ബാക്കിലേക്കും ഒന്ന് ഫ്രണ്ടിലേക്കും, രണ്ടും 2 ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട്.
ഇനി നമുക്കിത് ഒരു പോർഷൻ ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ആദ്യം ഫ്രണ്ടത്തെ പോർഷൻ എങ്ങനെ നെക്ക് ചെയ്തിട്ടെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതേ സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ വിഡ്ത്തായിട്ട്. ഇനി താഴത്തോട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ 11 ഇഞ്ച് മാർക്ക് ചെയ്തത് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ചാണ് നമ്മൾ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്താൽ അവിടുന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്താൽ 3 ഇഞ്ചിലോട്ട് ഇതേ കറക്റ്റ് ഒരു വീനെക്കായി ചെയ്തിട്ടെടുക്കാം. ഒരു വീനെക്ക് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളിത് ഒരു സൈഡിൽ മാത്രമേ മാർക്ക് ചെയ്ത് കൊടുക്കുക, അപ്പുറത്തെ സൈഡിലും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പുറത്തെ സൈഡിലും കൂടെ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഈ സൈഡിലും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കും. 2 സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ ഇതേപോലെ തന്നെ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ഇതേ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബാക്ക് പോർഷനാണ്. 3 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ താഴത്തോട്ടുള്ള ലെങ്ത്തായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത്രയും ചെറിയൊരു നെക്ക് മതി. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചിലും താഴെയായിട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലെങ്ത്ത്. എന്നിട്ട് ചെറിയൊരു റൗണ്ട് നെക്ക് വരച്ചിട്ടെടുക്കുവാണ്. അപ്പോൾ ബാക്ക് നെക്കിൽ നമുക്ക് അത്രയും മതി, കാരണം കോളർ വെക്കാനായതുകൊണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ചെറിയൊരു റൗണ്ട് നെക്ക് വരച്ചിട്ടെടുക്കുവാണ്. ഇതും അതേപോലെ തന്നെ അപ്പുറത്തെ വശത്തും കൂടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഇതേ ഞാനൊരു ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ലൈനിങ്ങിൻ്റെ നല്ല വശം, അത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് നെക്കിൻ്റെ അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ അറ്റാച്ച് ചെയ്തു, ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തു. ഇനി ഇതേ നെക്കിൻ്റെ ആവശ്യമില്ലാത്ത പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമുക്കിത് ഒരുപാട് ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കണ്ട. കറക്റ്റ് ആ കോർണറിൽ 2 സൈഡിലൊന്ന് കട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മറച്ചിടാം. എന്നിട്ടൊന്ന് അയൺ ചെയ്യണം, നല്ലതായിരിക്കും കേട്ടോ. ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷൻ ചെയ്തിട്ടെടുക്കാം. ലൈനിങ്ങിൻ്റെ നല്ല വശവും അതേപോലെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ ബാക്ക് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. നെക്ക് ഇനിയിപ്പോൾ ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുക. റൗണ്ട് നെക്ക് ആയതുകൊണ്ടാട്ടോ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ ഒന്ന് മറച്ചിട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേർത്ത് വെക്കുക. നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. വെറൈറ്റി പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ, ആ ലൈനിങ് മാത്രം ഈ വീഡിയോയിൽ കാണാതെ ഇതേപോലെ ഒന്ന് മറച്ചിടുക. ടോട്ടൽ ക്ലോത്തിന് ഉള്ളിലാക്കുന്ന രീതിക്കൊന്ന് മറച്ചിടുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് കവർ ചെയ്യുന്ന രീതിക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് ഫ്രണ്ടിലും ബാക്കിൽ ലൈനിങ് വരുന്ന രീതിക്കൊന്ന് മറച്ചിടുക. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മൾ ഈ ലൈനിങ് നമ്മൾ മറച്ചിട്ട് ലൈനിങ് മാത്രം ഒന്ന് മറച്ചിടുക അപ്പുറത്തോട്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്കത് നീറ്റായിട്ട് കിട്ടിയിട്ട് നല്ല ഹൈഡിങ് ഷോൾഡർ ഇത്ര ഭയങ്കര ഈസി ആയി ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മളെ ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതേ നല്ല വീതിയുള്ളൊരു കസവായിരുന്നു. അത് ഞാൻ 2 ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതേ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് 2.5 ഇഞ്ച് വീതിയാണ് വരുന്നത്. അതിങ്ങനെ ഞാൻ 2 ആക്കി മടക്കുക. എന്നിട്ട് ഇതിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മറച്ചിടണം കേട്ടോ. ഇപ്പോൾ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറച്ചിടാം. അപ്പോൾ ഞാൻ സേഫ്റ്റി പിന്ന് വെച്ചിട്ടാണ് മറച്ചിടുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ക്ലോത്തോട് റെഡി ആയിട്ടുണ്ട്. ഞാൻ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോളറിൻ്റെ ക്ലോത്ത്. ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു 1/2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പിൻ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ കോളറിൻ്റെ ഉള്ളോട്ടാക്കിയിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ ഉള്ളോട്ടാക്കിയിട്ടാണ് ഉള്ളിൽ നിന്നാണ് കേട്ടോ കോളർ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ മൊത്തം കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ പിൻ ചെയ്തിട്ട് പോവാം. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന കോളറിൻ്റെ ക്ലോത്ത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള പോർഷനൊക്കെ കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ അതേ നമ്മൾ കോളർ പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ആവശ്യമില്ലാത്ത പോർഷൻ വന്നിട്ടുണ്ട്, അത്രയും കുറച്ച് ലെങ്ത്ത് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള അത്രയും വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു എഡ്ജിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഈ എഡ്ജ് വരെ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ വന്ന് കൊണ്ട് നിർത്തുക. അങ്ങനെയാണ് നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നെക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല ലെങ്ത്ത് താഴോട്ട് വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് കൂട്ടിയാണ് എടുത്തത്. അപ്പോൾ ആ നെക്കിൻ്റെ ആ ഒരു പോർഷൻ, ആ ലെങ്ത്ത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീൻ്റെ അവിടെ താഴെ ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല നീളവും വീതിയുള്ള ക്ലോത്ത് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4.5 ഇഞ്ചിലാട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. 4.5 ഇഞ്ചാണ് നമ്മൾ മുകളിലോട്ട് കയറ്റി വെക്കുന്നത്. ചില നെക്കിൻ്റെ 4 ഇഞ്ചാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വി ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ആ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ പിന്നെ ഓവർ നെക്കൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ബോട്ടവും അതിൻ്റെ ബോട്ടത്തിൻ്റെ ലൈനിങ് ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കണം. മെയിൻ ക്ലോത്തും അതേപോലെ ബോട്ടത്തിൻ്റെ ലൈനിങ്ങും ആയിട്ട് ഇതേ വേസ്റ്റിൻ്റെ അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാം. ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ബോട്ടത്തിൻ്റെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലായിട്ട് ഇതേ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ടോപ്പ് പോർഷനായിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ നല്ല വശവും അതുപോലെ ബോട്ടത്തിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് വേസ്റ്റുകളൊന്ന് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ബോട്ടവും ടോപ്പും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടത്തിൻ്റെ അടിവശം, ബോട്ടത്തിൻ്റെ ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അടിവശം നമ്മൾ കസവ് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യേണ്ട. നമ്മൾ ലൈനിങ് മാത്രം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബോട്ടത്തിൻ്റെ അടിവശം, ബോട്ടത്തിൻ്റെ ലൈനിങ്ങിൻ്റെ അടിവശം നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ താഴെ കസവ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ ലൈനിങ് ഒന്ന് കറക്റ്റായിട്ട് വെക്കുക, മെയിൻ ക്ലോത്തൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് 2 സൈഡ് വശവും നമ്മൾ ആ ആം ഹോളിൻ്റെ അവിടുന്ന് തുടങ്ങി ഏറ്റവും അടിവശം വരെ, ബോട്ടത്തിൻ്റെ അടിവശം വരെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. ഒരുപാട് തവണ നമ്മൾ സ്ലീവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, കട്ട് ചെയ്യുക ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ പഫ് സ്ലീവ് എങ്ങനെയാണ്, നമ്മളിതൊരു ചെറിയ പഫ് വെച്ചിട്ടുള്ള സ്ലീവാണ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുക, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്ന്. അപ്പോൾ ഇതേ നമ്മൾ 2 വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബോട്ടത്തിൻ്റെ അടിവശത്ത് നമ്മൾ കസവ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം കേട്ടോ കസവ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 5 ഇഞ്ചിൻ്റെ കസവാണ് ഇവിടെ എടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ചില സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, കസവ് കഴിഞ്ഞിട്ടും ഒരു 1/2 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും വെച്ച് കൊടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇടുക. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതേ കണ്ടില്ലേ, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതേ നല്ല വശം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങോട്ടേക്ക് താഴത്തോട്ട് ഇങ്ങോട്ട് മറച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ മൊത്തം റൗണ്ടാക്കി നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കസവ് അറ്റാച്ച് ചെയ്തു. അപ്പോൾ എങ്ങനെ അറ്റാച്ച് ചെയ്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. കണ്ടില്ലേ, ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു റിച്ച് ലുക്കാട്ടോ നമ്മൾ കസവ് വന്നപ്പോൾ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് കൈയോടെ വെച്ച് കൊടുത്താൽ, സ്ലീവും കൂടെ വെച്ച് കൊടുത്താൽ ഈ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ വീണ്ടും കാണിക്കാത്തത് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, പഫ് സ്ലീവ് എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഇതേ നമ്മൾ കൈയോടെ വെച്ച് കൊടുത്തു, സ്ലീവ് കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഡ്രസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും
അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡ്രസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടുമെന്ന് ഉറപ്പാക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി പറയാം കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി പറയാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.